ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ ഓൾറെഡി മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മലയാളം മീഡിയത്തിലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് എന്ത് ചെയ്യുക, നമ്മുടെ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒന്ന് നോക്കുക. അത് ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻസ് നിന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്, അതായത് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, which of the following is not a component of the nucleotide of DNA molecule? DNA-യുടെ ന്യൂക്ലിയോടൈഡിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം, അല്ലേ? which of the following is not a component of the nucleotide of DNA molecule? ആൻസർ എന്താണ്? റൈബോസ് ഷുഗർ ആണ്. കാരണം നിങ്ങൾക്ക് ആ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കത്തണം. ഓക്കെ, അതായത് ഓപ്ഷൻസ് ഇതൊക്കെയാണ്: റൈബോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഡിയോക്സി റൈബോസ് ഷുഗർ, നൈട്രജൻ ബേസ്. അപ്പോൾ ഡിയോക്സി റൈബോസും ഉണ്ട്, അവിടെ റൈബോസും ഉണ്ട്. എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ച് DNA-യിൽ വരൂലാന്ന് ചിന്തിക്കാലോ. DNA-യുടെ ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ്, അല്ലെ? DNA-യുടെ ഫുൾ ഫോം തന്നെ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തിനെ പിക്ക് ചെയ്യാം? റൈബോസ് ഷുഗറിനെ അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം സുഖമായിട്ട് ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിലായിട്ടുണ്ടാവും. ഇനി നോക്കുക രണ്ടാമത്തെ ചോദ്യം. Analyze the following statement and reason and choose the correct answer from the options. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട്, അതായത് ഒരു അസേഷനും റീസണും തന്നിട്ടുണ്ട്. അസേഷൻ എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ ഹെൽപ്സ് ഇൻ ദ സെക്രീഷൻ ഓഫ് മിൽക്ക് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? മിൽക്ക് സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നു. കുട്ടിയുടെ ജനനശേഷം മിൽക്ക് സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നു. റീസൺ കൊടുത്തിരിക്കുന്നു, ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആഫ്റ്റർ ഡെലിവറി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏത്? പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ അസേഷന് തന്നിരിക്കുന്നു, റീസണ് തന്നിരിക്കുന്നു. പ്രോപ്പർ ആയത് എന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. എയും ആറും കറക്റ്റാണ്, അസേഷനും റീസണും കറക്റ്റാണ്. കാരണം എന്താ? പ്രൊലാക്റ്റിനാണ് മിൽക്ക് സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. എവിടുന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്താ പ്രശ്നം? റീസൺ എന്ന് പറയുന്നത് പ്രോപ്പർ റീസൺ അല്ല, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ അല്ല തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ എയും കൺസിഡർ ചെയ്തേക്കാം, എങ്കിലും പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഇസ് നോട്ട് ദ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഓഫ് എ. ടീച്ചർ അത് ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടില്ല, സോറി, വിട്ടുപോയി. അപ്പോൾ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ള ആൻസർ വേണം നിങ്ങൾ പിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബി ആണ് റൈറ്റ് ഓപ്ഷൻ. മൂന്നാമത്തെ ചോദ്യം, which statement correctly describes the function of auxin? പ്ലാന്റ് ഹോർമോൺസ് എന്ന പാർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ടും അതിൽ നിന്നൊരു ചോദ്യം കിട്ടുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓക്സിൻ. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ഓക്സിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? സ്റ്റിമുലേറ്റ്സ് ലീഫ് ഫോൾ, മെയിൻറ്റെയിൻസ് സീഡ് ഡോർമൻസി, പ്രൊമോട്ട്സ് ഇലോങ്ങേഷൻ ഓഫ് സെൽസ് ഇൻ ഷൂട്ട്സ് ആൻഡ് പ്രൊമോട്ട്സ് ഫ്രൂട്ട് റൈപ്പനിങ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇറ്റ് പ്രൊമോട്ട്സ് ഇലോങ്ങേഷൻ ഓഫ് സെൽസ് ഇൻ ഷൂട്ട്സ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രകാരം റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇറ്റ് പ്രൊമോട്ട് ഓക്സിൻ പ്രൊമോട്ട്സ് ഇലോങ്ങേഷൻ ഓഫ് സെൽസ് ഇൻ ഷൂട്ട്സ് എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടിയല്ലോ. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. എ ടീച്ചർ ആസ്ക്സ് students to identify a preventable eye disease caused by nutritional deficiency. Which one should they choose? അതായത് ടീച്ചർ ഒരു കുട്ടികളോട് എന്ത് പറഞ്ഞു? പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഐ ഡിസീസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഇസ് ഒക്കേർഡ് ബൈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. മക്കളെ, ആ ഓപ്ഷനിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരേ ഒരു രോഗമേ തന്നിട്ടുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്കത് പിക്ക് ചെയ്യാൻ പറ്റണം. സീറോ ഓഫ് താൽബിയാണ് കറക്റ്റ് ആൻസർ. ചിലപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് വന്നേക്കാം. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ്? ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ്. അപ്പോൾ തന്നിരിക്കുന്നതിനനുസരിച്ച് നിങ്ങളത് പിക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രകാരം സീറോ ഓഫ് താൽമിയാണ് കറക്റ്റ് ആൻസർ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ.
A patient feels very thirsty, hungry, and urinates frequently and often feels tired. ഒരു പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്ന കുറച്ച് പ്രശ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹി ഫീൽസ് വെരി തേഴ്സ്റ്റി, ഹംഗ്രി, യൂറിനേറ്റ് ഫ്രീക്വൻ്റ്ലി ആൻഡ് ഓഫൺ ഫീൽസ് ടയേർഡ്. എപ്പോഴും ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നു, ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യുന്നു, ഭയങ്കര വിശപ്പ് അനുഭവപ്പെടുന്നു, ദാഹം അനുഭവപ്പെടുന്നു. ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് ആൻഡ് ദ ഹോർമോൺ റിലേറ്റഡ് ടു ദിസ് കണ്ടീഷൻ. ഈ കണ്ടീഷനുമായിട്ട് കണക്റ്റഡ് ആയി വരുന്ന ഗ്ലാൻഡും ഹോർമോണും തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഹോർമോൺ? ഇൻസുലിൻ ആണ് കറക്റ്റ് ഹോർമോൺ. ഇൻസുലിൻ ആണ് ഇവിടെ വരുന്ന ഹോർമോൺ. ദെൻ ഏതാണ് ഗ്ലാൻഡ്? ഗ്ലാൻഡ് ഏതാണ്? ഗ്ലാൻഡ് പാൻക്രിയാസ് ആണ്. ഇനി അഥവാ നിങ്ങൾ പാൻക്രിയാസ് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം പാൻക്രിയാസിനകത്താണല്ലോ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ ഒന്നുകിൽ പാൻക്രിയാസ്, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് ഉത്തരം എന്ന് പറയുന്ന പാൻക്രിയാസ് ആണ്. കുറച്ചുകൂടെ പ്രോപ്പർ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഓഫ് പാൻക്രിയാസ് എന്നെഴുതിയാൽ ഫുൾ മാർക്ക് അവിടെ കിട്ടും. തീരെ മാർക്ക് എങ്ങനെയും മിസ്സാവൂല. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക. പറ്റുവാണെങ്കിൽ ഇങ്ങനെ കൂടി എഴുതാം, ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് വിച്ച് പ്രസന്റ് ഇൻസൈഡ് ദ പാൻക്രിയാസ്. സോ ഹിയർ ഗ്ലാൻഡ് ഇസ് പാൻക്രിയാസ്. അപ്പോൾ ഡയറക്റ്റ്ലി ചോദ്യം ചോദിച്ചത് ഗ്ലാൻഡ് എന്നായതുകൊണ്ട് പാൻക്രിയാസ് എന്ന് എഴുതിയാൽ മതി. പ്രോപ്പറായിട്ടൊരു ചോദ്യം അടുത്ത തവണ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഓർത്തു വെക്കുക, ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് വിച്ച് പ്രസന്റ് ഇൻസൈഡ് പാൻക്രിയാസ്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ബി ക്വസ്റ്റ്യൻ, what will happen if the patient ignores this condition? ഇൻസുലിൻ എടുക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഈ ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന ഈ സിറ്റുവേഷൻ ഒരു പേഷ്യൻ്റ് ഇഗ്നോർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇഫ് ഇഗ്നോർഡ്, it can lead to heart disease, stroke, renal disease and vision problems. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, നമ്മൾ കുറേ എണ്ണം അങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് ഇവിടെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യാം? ഡയബറ്റിക് റെറ്റിനോപ്പതിയിലേക്കും ഡയബറ്റിക് നെഫ്രോപ്പതിയിലേക്കും ഹാർട്ട് ഡിസീസസിലേക്കും ലീഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, modern medicine makes use of biological concepts such as evolution and genetics to treat diseases more effectively. Okay, write suitable examples for this statement related to evolutionary, clinical medicine and personalized medicine. അതായത് മോഡേൺ മെഡിസിൻസ് ബയോളജിക്കൽ കൺസെപ്റ്റ്സിനെയും, അല്ലെങ്കിൽ ബയോളജിക്കൽ കൺസെപ്റ്റ്സ്, എങ്ങനത്തെ ബയോളജിക്കൽ കൺസെപ്റ്റ്സ്? ഇവല്യൂഷൻ ആൻഡ് ജെനറ്റിക്സിനെ ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഫോർ ദിസ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇവല്യൂഷണറി, ക്ലിനിക്കൽ മെഡിസിൻ ആൻഡ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ബൈ സ്റ്റഡിയിങ് ഹൗ ബാക്ടീരിയ ഓർ വൈറസസ് റെസിസ്റ്റ് ഡ്രഗ്സ്, existing treatments are modified or new methods can created. Personalized medicine is designed by looking at this genes and his family genetic history. ഒരു വ്യക്തിയുടെ ഫാമിലി ജനറ്റിക് ഹിസ്റ്ററി നോക്കിക്കൊണ്ട് നമുക്കൊരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ബാക്ടീരിയാസിനോ വൈറസസിനോ എതിരെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. Then seventh one, a man standing on the seashore suddenly notices a child being pulled away by strong waves. Without thinking twice, he jumps into the water to save the child. അതായത് ഒരു കുട്ടി തിരമാലകൾ കൊണ്ടുപോകുന്നത് തീരത്ത് നിൽക്കുന്ന ഒരാൾ കണ്ടു, അയാൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കുട്ടിയെ രക്ഷിച്ചു. Which hormone becomes active in this emergency situation? ഈ എമർജൻസി സിറ്റുവേഷനിൽ ഏത് ഹോർമോണാണ് വർക്ക് ചെയ്തത്? ആൻസർ എന്താ? എപ്പിനെഫ്രിൻ. ഓക്കെ, എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്നെഴുതണം. എപ്പിനെഫ്രിൻ എന്നെഴുതിയാലും അഡ്രിനാലിൻ എന്നെഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ദെൻ ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഹോർമോൺ ഹെൽപ്സ് ഹിം ടു ആക്ട് ക്വിക്കലി ആൻഡ് ഫേസ് ദിസ് സിറ്റുവേഷൻ ഇഫക്റ്റീവ്ലി. നിങ്ങളിത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഹോർമോൺ ഹെൽപ്സ് ഹിം ടു ആക്ട് ക്വിക്കലി. ഇത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ എങ്ങനെയാണ് ആ ഹോർമോൺ ഹെൽപ്പ് ചെയ്തത് നോക്കിക്കോളൂ. ടുഗെദർ വിത്ത് ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം,
Epinephrine increases heart rate and blood pressure, blood glucose levels and blood flows to the heart and muscles. അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എപ്പിനെഫ്രിൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടാനും ബ്ലഡ് പ്രഷർ കൂട്ടാനും ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യിക്കാനും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വളരെ ഈസി ആയിട്ട് മസിൽസിലേക്ക് ഹാർട്ടിലേക്ക് സ്പീഡിൽ ബ്ലഡ് ഫ്ലോ ചെയ്യിക്കാനും ഈ ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നു. ഇതുവഴി എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നമ്മുടെ ബോഡിയെ സജ്ജമാക്കുന്നു. കിട്ടിയല്ലോ. ഇനി 8ാമത്തെ ചോദ്യം. എ പേഴ്സൺ ലോസ്റ്റ് both the sensation and movement of the leg after an injury. ഒരു ഇഞ്ചുറിക്ക് ശേഷം ഒരു ഒരാൾക്ക് ഒരു സെൻസേഷനും മൂവ്മെൻറ്റിനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ദ ഡോക്ടർ ഫൗണ്ട് ദാറ്റ് എ മിക്സ്ഡ് നെർവ് വാസ് ഡാമേജ്ഡ്. ഡോക്ടർക്ക് എന്ത് മനസ്സിലായി? ഒരു മിക്സ്ഡ് നെർവിന് എന്തോ തകരാറ് പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലായി. Why did the damage to single mixed nerve cause both loss of sensation and movement? ഈ സെൻസേഷനും മൂവ്മെൻറ്റും രണ്ടും നഷ്ടപ്പെടാൻ ഒരു സിംഗിൾ മിക്സഡ് നെർവിന് ഡാമേജ് പറ്റിയപ്പോൾ മീൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എന്താണ് ഇതിന് കാരണം? ആൻസർ നോക്കാം. മിക്സഡ് നെർവ്സ് കണ്ടെയ്ൻ ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? സെൻസറി നെർവ് ഫൈബേഴ്സും ഉണ്ട്, മോട്ടോർ നെർവ് ഫൈബേഴ്സും ഉണ്ട്. ഡാമേജ് ടു ബോത്ത് ഹൈൻഡ് ഈ എന്താ പറയുക, സെൻസറി നെർവിനും മോട്ടോർ നെർവിനും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസ് വിൽ ബി ഡാമേജ്ഡ്. നമ്മുടെ ബ്രെയിനിലേക്കുള്ള സെൻസറി ആൻഡ് മോട്ടോർ നെർവ്സ് ഫുള്ളായിട്ടും ഡാമേജ്ഡ് ആവും. അതുവഴി ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസിൻ്റെ പാത്വേ കൃത്യമായിട്ട് നടക്കാത്ത സാഹചര്യം ഉണ്ടാകും. പറഞ്ഞത് ക്ലിയർ ആണല്ലോ. അപ്പോൾ 9th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. തന്നിരിക്കുന്ന ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ചിത്രത്തിൽ ABC എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, നോക്കി വെക്കണം. ചോദ്യം ഇതാണ്. ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് A and B. A എന്നും B എന്നും പറഞ്ഞിരിക്കുന്ന പാർട്സ് കൃത്യമായിട്ട് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ് A? A is ന്യൂറോ സെക്രീറ്ററി സെൽസ്. A എന്താണ്? ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ് A. B ഓ ഹൈപ്പോതലാമസ് ആണ് B. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ ചിത്രവും എൻ്റെ പൊന്നുമക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും എപ്പോഴും പറയാറുള്ള ഒരു പോയിൻ്റാണിത്. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നോ അത് കൃത്യമായി പഠിക്കുക. ടെക്സ്റ്റിൻ്റെ മുക്കും മൂലയും പഠിച്ചു വെക്കുക. എവിടെ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് ആൻസർ കിട്ടും. പലരും പറഞ്ഞു കേട്ടു ബയോളജി എക്സാം റിയലി ടഫായിരുന്നു എന്ന്. നിങ്ങൾക്കും അതേ ഒപ്പീനിയൻ ആണോ എന്നറിയില്ല. ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കത് മാറ്റിയെടുത്തേ പറ്റും. നമ്മുടെ ഉദ്ദേശം ഫുൾ A+ ആണ്. ആ ഫുൾ A+ന് ബയോളജി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ബയോളജിയിൽ മാത്രം മിസ്സായി പോകരുത് നിങ്ങൾക്കത്. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ബയോളജി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നമുക്കതിൽ ഫുൾ മാർക്ക് വാങ്ങാം. എൻ്റെ മക്കൾ റെഡിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കത് മാറ്റിയെടുത്തേ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ബയോളജിയുടെ റിവിഷൻ ബാച്ച് കൂടി നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബാച്ചിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ. ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കതൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. തിരിച്ചു വരാം. അപ്പോൾ A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, A എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? തന്നിരിക്കുന്ന A എന്താണ്? ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ്. B ഓ ഹൈപ്പോതലാമസ്. A ന്യൂറോ സെക്രീറ്ററി സെൽസ്, B ഹൈപ്പോതലാമസ്. ഇനി B ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡസ് ദ ഗ്ലാൻഡ് ലാബിൾഡ് ആസ് ബി എന്ന് പറഞ്ഞ ഗ്ലാൻഡ്, അതായത് B എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ്, എങ്ങനെയാണ് C എന്ന പാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് B Cയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് B ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. റിലീസിങ് ഹോർമോൺസ് ഫ്രം ഹൈപ്പോതലാമസ് ഇൻഫ്ലുവൻസ് ദ പിറ്റ്യൂട്ടറി ഇൻ ഇറ്റ്സ് ഹോർമോൺ പ്രൊഡക്ഷൻ. പിറ്റ്യൂട്ടറിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമാണോ? അല്ല, ഇൻഹിബിറ്ററി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഹോർമോൺ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കിട്ടിയല്ലോ? പോയിന്റ് മനസ്സിലായല്ലോ? അപ്പോൾ 9th ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എൻ്റെ മക്കളെ അറിയിക്കണം. എങ്കിലും മാത്രമേ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കമൻസ് അറിയിക്കുക കേട്ടോ. ഇനി വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.
അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ് ചെയ്തേക്കുക കേട്ടോ. അപ്പം 10th ക്വസ്റ്റ്യൻ അല്ല, 9ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നോക്കാം നമുക്ക്. Phytochrome is a light sensitive pigment found in plants. Phytochrome എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് ആണ് which is present in plants. Sub question A. Where is this pigment synthesized? എവിടെയാണ് പ്ലാന്റ്സിൽ ഈ ഫൈറ്റോക്രോം എന്ന് പറയുന്ന പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻസർ: synthesized in the fully developed leaves at the shoot apex. ഷൂട്ടിൻ്റെ അറ്റത്തുള്ള, തണ്ടിൻ്റെ അറ്റത്തുള്ള ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ലീവ്സിലാണ് ഫൈറ്റോക്രോം എന്ന പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബി ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പിഗ്മെന്റ് ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ ഈ ഫൈറ്റോക്രോം എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആൻസർ: ത്രൂ ഫൈറ്റോക്രോം leaf perceive the length of day and night and transmit signals to the shoot apex to induce flowering. അതായത് പ്ലാന്റ്സിന് ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ ഏതിലേക്ക് സിഗ്നൽ കൊടുക്കും? ഷൂട്ട് അപ്പെക്സിലേക്ക് സിഗ്നൽ കൊടുക്കും. എന്തിനുള്ള സിഗ്നല്? ഫ്ലവറിങ്ങിനുള്ള സിഗ്നൽ. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ജീൻസ് ദാറ്റ് കൺട്രോൾ ഫ്ലവറിങ് ഇസ് സ്റ്റിമുലേറ്റഡ്. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് സ്റ്റിമുലേറ്റഡ് ആവുകയും പ്ലാന്റ്സിൽ ഫ്ലവറിങ് നടക്കുകയും ചെയ്യും. കിട്ടിയല്ലോ. സിമ്പിളാണ് ക്വസ്റ്റ്യൻസ്. ബയോളജി ശരിക്കും ടഫല്ല മക്കളെ. നന്നായിട്ട് വായിച്ച് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോയൊരു കുട്ടിക്ക് ബയോളജി ടഫല്ല. നിങ്ങൾ അവിടുന്ന് കുറച്ച് മാത്രം പഠിച്ച് പോയത് കൊണ്ടായിരിക്കും പലർക്കും ബയോളജി ടഫായി മാറിയിട്ടുണ്ടാകുക. മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് പറ്റും. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. Your class conducts an exhibition on the topic Know Your Hormones to create awareness on endocrine gland disorders. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണം. 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ഹൗ ഓർഗനൈസിങ് സച്ച് എക്സിബിഷൻസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് കമ്പാഷൻ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെയുള്ള എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് വഴി എങ്ങനെയാണ് നമ്മൾ ഇത്തരം രോഗികളോട് ഒരു അനുതാപം അല്ലെങ്കിൽ ഒരു സഹതാപമല്ല ശരിക്കും വേണ്ടത്, സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാണ് വേണ്ടത് കേട്ടോ. ഒരു കമ്പാഷൻ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ് ചോദ്യം. Compassion for them by understanding hormonal disorders and their causes. കൃത്യമായിട്ട് എങ്ങനെ ഹോർമോണൽ ഡിസോർഡേഴ്സിന് എന്താണ് കാരണം, അല്ലെങ്കിൽ ഹോർമോൺ ഡിസോർഡേഴ്സ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരോട് എപ്പോഴും വി വിൽ ബി കമ്പാഷനേറ്റ്. മനസ്സിലായോ? അപ്പം നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ബി ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ജനറൽ ക്വസ്റ്റ്യൻ ആക്ച്വലി. ഓക്കെ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Suggest any two meaningful activities to promote empathy and awareness about people with hormonal imbalance. ഇത്തരത്തിലുള്ള എംപത്തിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റെന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. വിസിറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയേഴ്സ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഏതെങ്കിലും 2 എണ്ണം, എൻ്റെ മക്കൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 10th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 11th വൺ. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. 1ാമത്തത്, ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. പെർസിസ്റ്റൻറ്റ് കഫ്, chest pain and weight loss are the symptoms of this disease. പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ കാലം നീണ്ടു നിൽക്കുന്ന ആ കഫ്, ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, വെയിറ്റ് ലോസ് ഉണ്ടാകും. ഇതൊക്കെ ഒരു രോഗത്തിൻ്റെ സിംറ്റമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് ഇറ്റ്സ് പാത്തജൻ. രോഗം ഏതാണെന്നും അതിൻ്റെ പാത്തജൻ ഏതാണെന്നും തിരിച്ചറിയുക. ആൻസർ: ട്യൂബർകുലോസിസ്. ഡിസീസ് ഏതാണ്? ട്യൂബർകുലോസിസ്. പാത്തജൻ്റെ പേര് ടീച്ചർ അവിടെ കൊടുക്കാൻ വിട്ടുപോയി. എന്താണ് പാത്തജൻ്റെ പേര്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ. ദ ബാക്ടീരിയ കോൾഡ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് എഴുതണം. ശരിക്കും ഇതൊരു 2 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമായിട്ട് വരേണ്ടതാണ്. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിലുള്ള 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാൻ 2 മാർക്ക് കിട്ടേണ്ട ഭാഗമാണിത് ശരിക്കും. ഓക്കെ, 1/2 മാർക്ക് വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് ഇറ്റ്സ് പാത്തജൻ. ഡിസീസ് ട്യൂബർകുലോസിസ് ആണ്. രോഗകാരി അഥവാ പാത്തജൻ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ. ദെൻ ബി ക്വസ്റ്റ്യൻ.
ഡിസ്ക്രൈബ് ദ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദിസ് ഡിസീസ്. ഈ ഡിസീസിൻ്റെ പ്രിവെൻഷൻ എന്ത്, അതുപോലെ ട്രീറ്റ്മെൻറ്റ് എന്ത് എന്നാണ് ചോദ്യം. പ്രിവെൻഷൻ വാക്സിനേഷനാണ്. വാക്സിൻ ഏതാണ്? BCG. BCG വാക്സിനാണ് ഏതിൻ്റെ വാക്സിൻ? നമ്മുടെ ട്യൂബർകുലോസിസിൻ്റെ വാക്സിൻ. ഇനി എന്താണ് ട്രീറ്റ്മെൻറ്റ്? ഡോട്ട്സ് ആണ് ട്രീറ്റ്മെൻറ്റ്. ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ബൈ യൂസിങ് മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക്സ്. ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോങ് ടേം ട്രീറ്റ്മെൻറ്റിനെയാണ് ഡോട്ട്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്തതൊരു സബ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. 11th വണ്ണിലെ B ക്വസ്റ്റ്യൻ. ഈ ഭാഗം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാകും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇതെന്തായാലും നമുക്ക് എക്സാമിന് ചോദ്യ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്, ആനുവൽ എക്സാമിനടക്കം. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏത് ചിത്രവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇല്ലുസ്ട്രേഷൻ, തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ചിത്രം കൊടുത്തിരിക്കുന്നു, AB എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഇല്ലുസ്ട്രേറ്റഡ്. തന്നിരിക്കുന്ന പ്രോസസ്സ് ഏതാണ്? പ്രോസസ്സ് ഫാഗോസൈറ്റോസിസ്. ഒന്നുകിൽ ഫാഗോസൈറ്റോസിസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് പാത്തജൻസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ B ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് A ആൻഡ് B ഇൻ ദിസ് പ്രോസസ്? എയും ബിയും എന്താണെന്ന് അറിയുന്നവനെ എന്ത് മനസ്സിലാവുള്ളൂ? എയും ബിയും എന്താണെന്ന് അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് എഴുതാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? ലൈസോസോമും, B ഫാഗോസോമും ആണ്. അപ്പോൾ ഫാഗോസോം ഈസ് ഡിസ്ട്രോയിഡ് യൂസിങ് ദ എൻസൈംസ് ഇൻ ദ ലൈസോസോം. ലൈസോസോമിലുള്ള എൻസൈംസ് ഫാഗോസോമിനെ പോയി ഡിസ്ട്രോയ് ചെയ്യുന്നു, പാത്തജൻസിനെ കില്ല് ചെയ്യുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th one. Observe the given diagram of the inner ear and answer the following question. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിത്രം നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. A question. Due to the defects of which parts labeled A, B and C does a person's body balance get lost? തന്നിരിക്കുന്ന ഈ ചിത്രത്തിലെ ABC എന്ന ഭാഗം നോക്കിയിട്ട് ഇതിലേത് ഭാഗത്തിന് ഡിസീസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ബോഡി ബാലൻസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഡിഫക്റ്റ് ഓഫ് A ആൻഡ് B. A എന്ന് പറയുന്നത് സെമി സർക്കുലാർ കനാൽസ് ആൻഡ് B വെസ്റ്റിബ്യൂൾ. അപ്പോൾ സെമി സർക്കുലാർ കനാൽസിനും വെസ്റ്റിബ്യൂളിനും ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്തിന് കാരണം? ബോഡി ബാലൻസിങ് ഇല്ലാണ്ടാകാനുള്ള കാരണം. ഇനി B ക്വസ്റ്റ്യൻ. ഹൗ ഡു ദീസ് പാർട്സ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ്? ബോഡി ബാലൻസിങ് ബോഡി ബാലൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദ്യം. Movements of head stimulates the hair cells in the vestibular apparatus and the impulse thus formed reached the cerebellum through the vestibular nerve. Balance is restored. അതായത് നിങ്ങളുടെ തലയുടെ മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ വെസ്റ്റിബുലാർ അപ്പാരറ്റസിലുള്ള ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി ഇമ്പൾസ് ഫോം ചെയ്യുകയും ഈ ഇമ്പൾസ് വെസ്റ്റിബുലാർ നെർവ് വഴി സെറിബെല്ലത്തിലേക്ക് എത്തുകയും അതുവഴി നിങ്ങളുടെ ബാലൻസ് റീസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എങ്ങനെ ബോഡി ബാലൻസിങ് നടക്കുന്നു എന്നുള്ള ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെഴുതി വച്ച കുട്ടികൾക്കും ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ B. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് കറക്റ്റായിട്ട് അറിയുന്നത് അത് എഴുതിയാൽ മതി. ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് ഇൻസൈഡ് ദ ഇന്നർ ഇയർ ഹെൽപ്സ് ഇൻ സൗണ്ട് പെർസെപ്ഷൻ. സൗണ്ട് മനസ്സിലാക്കാൻ ചെവിക്കകത്തെ ഇന്നർ ഇയറിനകത്തെ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ ഫ്ലൂയിഡ്സ് പ്രസൻറ്റ് ഇൻ ഇന്നർ ഇയർ. ഇന്നർ ഇയറിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ പേരെഴുതുക. എൻഡോലിംഫും പെരിലിംഫും. എൻഡോലിംഫും പെരിലിംഫും ആണ് ചെവിക്കകത്തുള്ള ഫ്ലൂയിഡ്സ്. Then explain how vibration of these fluids lead to the generation of nerve impulses related to hearing. എങ്ങനെയാണ് ഇത് നെർവ് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. Movements of these fluids stimulate the hair cells present in the organ of Corti to form impulses. നമ്മുടെ എന്താ പറയുക, സെൻസറി റെസപ്റ്റേഴ്സ് ഉള്ള, അതായത് ചെവി കേൾക്കാൻ ആവശ്യമായിട്ടുള്ള റെസപ്റ്റേഴ്സ് ഉള്ള ഓർഗൻ ഓഫ് കോർട്ടിയാണ് അല്ലേ. ആ ഓർഗൻ ഓഫ് കോർട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അവിടുത്തെ ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, എന്നിട്ട് ഇമ്പൾസ് ഫോം ചെയ്യും.
ഇത് കോക്ലിയർ നെർവ് അഥവാ ഓഡിറ്ററി നെർവ് വഴി എവിടെ എത്തും? നിങ്ങളുടെ സെറിബ്രത്തിലേക്ക് എത്തും. അങ്ങനെയാണ് പെർസെപ്ഷൻ ഓഫ് ഹിയറിംഗ് നടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞതുപോലെ ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയാലും മതി, നിങ്ങൾക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. ദെൻ 13ാമത്തെ ചോദ്യം. എ സയൻറ്റിസ്റ്റ് ഒബ്സർവ്സ് two distinct processes in the cell. In the first process, enzyme helps to create a message molecule from DNA. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എൻസൈം. ഓക്കെ, എൻസൈംസ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ മെസ്സേജ് മോളിക്യൂൾ ഫ്രം DNA. DNA എന്നൊരു മോളിക്യൂൾ ഉണ്ടാകുന്നു. ഇൻ ദ സെക്കൻഡ് പ്രോസസ്, ദിസ് മെസ്സേജ് മോളിക്യൂൾ റീച്ചസ് ദ റൈബോസോം ആൻഡ് പ്രൊഡക്റ്റ് ഇസ് ഫോംഡ്. ഈ റൈബോസോമിലേക്ക് എത്തുകയും പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ എ, നെയിം ദ പ്രോസസ്സസ്. ഏതാണ് രണ്ട് പ്രോസസ്സ്? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. റൈബോസോമൊക്കെ കാണുമ്പോൾ അപ്പം തന്നെ ഉറപ്പിക്കുക അതെന്താണ്? ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനുമാണ് പ്രോസസ്സ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെസ്സേജ് മോളിക്യൂൾ ഇൻ ദ സെക്കൻഡ് പ്രോസസ്സ്? സെക്കൻഡ് പ്രോസസ്സിലെ മെസ്സേജ് മോളിക്യൂൾസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നോക്കിക്കോളൂ. മെസ്സേജ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? mRNA ആണ്. മെസ്സേജ് മോളിക്യൂൾ ഏതാണ്? mRNA ആണ്. mRNA ക്യാരി ദ മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. mRNAയിൽ എന്താ ഉള്ളത്? ഇറ്റ് ക്യാരീസ് എ മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് അവിടെ ഉള്ളത്. ദെൻ സി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ സെക്കൻഡ് പ്രോസസ്. ട്രാൻസ്ലേഷനിലെ ഡിഫറെൻറ്റ് പ്രോസസ്സ് എഴുതാനാണ് പറയുന്നത്. നോക്കിക്കോളൂ. mRNA റീച്ചസ് ദ റൈബോസോം. mRNA എവിടെ എത്തി? റൈബോസോമിനകത്തെത്തി. tRNA ട്രാൻസ്ഫർ സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം. ആവശ്യമുള്ള അമിനോ ആസിഡും പറക്കിയിട്ട് ആര് വന്നു? tRNA വന്നു അല്ലേ? ട്രാൻസ്ഫർ RNA വന്നു. ദെൻ rRNA ഹെൽപ്സ് ഇൻ ദ ബോണ്ടിങ് ഓഫ് അമിനോ ആസിഡ്സ് വിതിൻ റൈബോസോം. റൈബോസോമിനകത്തുനിന്ന് അമിനോ ആസിഡ്സിനൊക്കെ എന്ത് ചെയ്തു? പറക്കി വെച്ചു. ദസ് പ്രോട്ടീൻ ഈസ് ഫോംഡ്. അങ്ങനെ പ്രോട്ടീൻ ഫോം ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എന്താണെന്ന് പഠിച്ചൊരു കുട്ടി വളരെ വ്യക്തമായിട്ട് ആൻസർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്കതിന് കഴിയണം. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ടീച്ചർ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ റിവിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം തൊട്ട് ഈച്ച് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ഉണ്ടാകും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ചാനൽ. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഓൾഫാക്ഷൻ ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസിലെ ഓൾഫാക്ഷനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിച്ച് നെർവ് ക്യാരീസ് ദ ഇമ്പൾസസ് ഓഫ് സ്മെൽ ടു ദ ബ്രെയിൻ? ബ്രെയിനിലേക്ക് സ്മെല്ലിൻ്റെ ഇമ്പൾസസിനെ കൊണ്ടുപോകുന്ന ആളാരാണ്? ഓൾഫാക്ടറി നെർവാണ് അല്ലേ? റിലേറ്റഡ് നെർവാണ് ഇവിടെ. അത് ഓൾഫാക്ടറി നെർവാണ്. B question, what is the role of the mucous membrane in smell perception? സ്മെല്ല് മനസ്സിലാക്കാൻ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? Olfactory molecules are dissolved in mucus produced by the mucous membrane and stimulate the olfactory receptors there. അതായത് മക്കളെ, മണത്തിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് വരുമ്പോൾ അത് മ്യൂക്കസിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ആ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്? മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അപ്പോൾ അതിന് ഓൾഫാക്ഷനിൽ വളരെ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. Then C question, how do the olfactory receptors helps in recognizing smell? എങ്ങനെയാണ് ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ് സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? നോക്കിക്കോളൂ. വെൻ ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ ഓൾഫാക്ടറി നെർവ്, സെൻസ് ഓഫ് സ്മെൽ ഈസ് റെക്കഗ്നൈസ്ഡ്. എപ്പോഴാണോ ഈ ഇമ്പൾസസ് ഓൾഫാക്ടറി നെർവ്സ് വഴി നിങ്ങളുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെൻസ് ഓഫ് സ്മെല്ല് കിട്ടും. സോ സെൻസ് ഓഫ് സ്മെൽ ഈസ് റെക്കഗ്നൈസ്ഡ്. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ബി ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. റൈറ്റ് എ സ്പെസിഫിക് എക്സ്പ്ലനേഷൻ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ടേസ്റ്റ് ബഡ്സ് ആൻഡ് കീമോ റെസപ്റ്റേഴ്സ്. കീമോ റെസപ്റ്റേഴ്സിനെയും ടേസ്റ്റ് ബഡ്സിൻ്റെയും ഒക്കെ ഫങ്ഷൻ വെച്ചിട്ട് തന്നിരിക്കുന്ന ഈ പോയിന്റ് വെച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. സലൈവ ഈസ് ഓഫൻ കോൾഡ് ദ മീഡിയം ഓഫ് ടേസ്റ്റ്. സലൈവ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മീഡിയം ഓഫ് ടേസ്റ്റ്.
ഹിൻസും കൂടി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടാനുള്ള സകല പോയിന്റ്സും ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സലൈവേനെ കുറിച്ച് പറയണം, കീമോറെസെപ്റ്റേഴ്സിനെ കുറിച്ച് പറയണം, ഇമ്പൾസ്, ടേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഓർഡറിൽ പറയണം എന്ന് അവിടെ കൊടുത്തിട്ടുമുണ്ട്. നോക്കാം നമുക്ക്. സബ്സ്റ്റൻസസ് ദാറ്റ് ഗിവ് റൈസ് ടു ടേസ്റ്റ് ആർ ഡിസോൾവ്ഡ് ഇൻ സലൈവ. സലൈവയിലേക്ക് ഡിസോൾവ് ചെയ്യും. ആൻഡ് സ്റ്റിമുലേറ്റ് ദ കീമോറെസെപ്റ്റേഴ്സ്. ഇതുവഴി കീമോറെസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ഈ കീമോറെസെപ്റ്റേഴ്സ് എവിടെയാണ് കാണുക? ടേസ്റ്റ് ബഡിൻ്റെ അകത്താണ് കാണുക. Then when impulses reach the brain through the nerve and make the sense of taste. ഈ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെൻസ് ഓഫ് ടേസ്റ്റ് കിട്ടും. സോ സിമ്പിൾ. എൻ്റെ മക്കളെ ആ ഫ്ലോ ചാർട്ട് എഴുതിയാൽ മതിയായിരുന്നു. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്. അപ്പോൾ പഠിപ്പിച്ച ഫ്ലോ ചാർട്ട് കിട്ടി. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ആ ഫ്ലോ ചാർട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെ എക്സാമിന് വന്നിട്ടുമുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണേ അടുത്ത തവണ. അടുത്തത് 15ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഡയഗ്രാം ഒബ്സർവ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്ന ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് കിട്ടുന്ന ചോദ്യം, റീഡ്രോ ദ ഡയഗ്രാം. അപ്പോൾ കുറേ ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, ടീച്ചറെ എനിക്ക് വരക്കാൻ അറിയില്ല, ഞാൻ വലിയ ചിത്രകാരനൊന്നല്ല, ഞാൻ വരച്ച എപ്പോഴും ബിഗിടാവും, അല്ലെങ്കിൽ ഞാൻ വരച്ച എപ്പോഴും കൊളാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ മക്കളെ അങ്ങനെയില്ല. എൻ്റെ പൊന്നു മക്കൾക്ക് ഇതാ ടീച്ചർ ഒരു സൂത്രം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പിക്ചറില്ലേ? ആ പിക്ചർ ട്രേസ് എടുക്കും മക്കളെ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആരും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വെച്ചിട്ട് കുറച്ച് അമർത്തി ഏതെങ്കിലും ഒരു പറ്റാത്ത പെണ്ണുകൊണ്ടങ്ങ് വരച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള പെൻസിലുകൊണ്ടൊന്ന് അമർത്തി വരച്ചാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് ട്രേസ് എടുക്കാം. ഇനി അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലേക്ക് ആൻസർ ഷീറ്റ് വെക്കുക. കാണുന്ന ആ ഒരു ലൈറ്റായിട്ടുള്ള ഇതിലൂടെ നിങ്ങൾക്ക് വരച്ചാൽ പോരെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇമേജ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ വരച്ചാൽ മതി. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ഇത് പറ്റൂല, എനിക്ക് പേടിയാണ്, എക്സാം ഹാളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളിത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. വേറെ വഴിയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ബെസ്റ്റ് ഒരു മെത്തേഡ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരിക്കലും കോപ്പി അടിക്കുന്നതല്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങൾ ചിത്രം പകർത്തി വരക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. വേവിലാതെ ആവാൻ ഒന്നുമില്ല അതിൽ. അപ്പോൾ റീഡ് ഡ്രോ ദ ഡയഗ്രാം. ഡയഗ്രാം നീറ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ അവിടെ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. ആ മാർക്ക് നിങ്ങളായിക്കൊണ്ട് കളയരുത്, ചിത്രം വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്. ദെൻ ബി ക്വസ്റ്റ്യൻ. Identify and label the parts A and B using the following hints. തന്നിരിക്കുന്ന ഹിൻസ് വെച്ചിട്ട് എയും ബിയും എന്ത് ചെയ്യണം? മനസ്സിലാക്കുക. എ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പാർട്ട് ദാറ്റ് കൺട്രോൾ ദ സൈസ് ഓഫ് പ്യൂപ്പിൾ. പ്യൂപ്പിളിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏതാണ്? ഐറിസ്. അപ്പോൾ ചിത്രം വരച്ചാൽ നിങ്ങൾ ചിത്രത്തിൽ എന്ത് അടയാളപ്പെടുത്തണം? എ എന്ന് പറഞ്ഞ് ഐറിസ് അടയാളപ്പെടുത്തണം. Then B question, the muscles that changes the shape of lens. ലെൻസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന മസിൽ ഏതാണ്? ബി, സീലിയറി മസിൽ. അപ്പോൾ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. Then C question, if the muscles in A fail to function, what will happen to pupil in bright light? നമ്മുടെ കണ്ണിൻ്റെ ഈ പറഞ്ഞ ഐറിസിലെ മസിൽസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ബ്രൈറ്റ് ലൈറ്റിൽ കണ്ണിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ കനോട്ട് ബി അഡ്ജസ്റ്റഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ ഐ കനോട്ട് ബി കൺട്രോൾഡ്. അതായത് പ്യൂപ്പിളിലെ ഈ മസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്യൂപ്പിളിന് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ അപ്പോൾ എന്താ പറ്റുക? ഐറിസിൽ ഈ മസിൽസിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ പ്യൂപ്പിളിൻ്റെ സൈസ് മാറില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രൈറ്റ് ലൈറ്റ് വരുന്ന സമയത്ത് കണ്ണിലേക്ക് ധാരാളം ബ്രൈറ്റ് ലൈറ്റ് എത്തിച്ചേരുകയും കണ്ണിനെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. ഇതാണ് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. മീൻസ് ഇതൊന്നും കേൾക്കാത്തവരാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഹ്യൂമൻ ഐ ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സമയമെടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. ദെൻ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒന്നാമത്തെ നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം. ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് ഇൻ ദ പിക്ചർ. ഏതാണ് ഗ്ലാൻഡ്? തൈറോയിഡ് ഗ്ലാൻഡ്. ഒന്നാമത്തെ ഉത്തരം തൈറോയിഡ് ഗ്ലാൻഡ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് 2 types of hormones producing cells in this gland. ഹോർമോണിൻ്റെ പേരല്ല ചോദ്യം, ഹോർമോൺ പ്രൊഡ്യൂസിങ് സെൽസിൻ്റെ പേര് എഴുതാനാണ് ചോദ്യം. മിക്കവാറും നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഹോർമോൺ പ്രൊഡ്യൂസിങ് സെൽസ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഫോളിക്കുലാറും പാരാഫോളിക്കുലാർ സെൽസും. ഫോളിക്കുലാർ സെൽസും പാരാഫോളിക്കുലാർ സെൽസും ആണ് ഉത്തരം. Then C question, write any 2 other functions of the hormone that controls metabolism and body temperature. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, അതായത്
ഏത് ഹോർമോണാണോ മെറ്റബോളിസവും ബോഡി ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യുന്നത്, ആ ഹോർമോണിൻ്റെ മറ്റ് 2 ഫംഗ്ഷൻ എഴുതാനാണ് ചോദ്യം. ഉത്തരം ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇൻ ന്യൂ ബോൺ ബേബീസ് ആൻഡ് ചിൽഡ്രൻ, ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഹാർട്ട് ആൻഡ് സ്കിന്ന്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എക്സെട്ര. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. പക്ഷെ എഴുതുന്നത് എന്തായിരിക്കണം? തൈറോക്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കണം. കിട്ടിയല്ലോ. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ്. നെക്സ്റ്റ് 17. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം WBC എടുക്കുമ്പോൾ നമുക്ക് അറിയേണ്ട പോയിന്റ് ആണ്. അതിൽ പല ചിത്രങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ന്യൂക്ലിയസിൽ അവിടെ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഈ ചോദ്യം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യ സാധ്യതയുള്ള മേഖലകളാണ്. നോക്കിക്കോളൂ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് 4 types of WBC, ഐഡന്റിഫൈ ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. തന്നിരിക്കുന്ന WBCകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ ഫില്ല് ചെയ്യണം. ഈസിയാണിത്. ടെക്സ്റ്റ് ബുക്ക് കണ്ട കുട്ടികൾക്ക് ഇത് ഈസിയാണ്, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. നോക്കിക്കോളൂ. നെയിം ദ സെൽ. എ എന്ന് പറയുന്നത് ഈസിനോഫിലാണ്, ബി ന്യൂട്രോഫിലാണ്, സി മോണോസൈറ്റാണ്, ഡി ബേസോഫിലാണ്. ഒന്നുകൂടി. എ ഈസിനോഫില്, ബി ന്യൂട്രോഫില്, സി മോണോസൈറ്റ്, ഡി ബേസോഫില്. കിട്ടിയല്ലോ. ഡി എന്താണ്? ബേസോഫിൽ. ഇനി അതിൻ്റെ ഫങ്ഷൻസ് നോക്കിയേ. അതിൽ സി എന്ന് പറയുമ്പോൾ നമ്മുടെ മോണോസൈറ്റിൻ്റെ ഫങ്ഷൻ എന്താ? അതാണ് ഇനി അവിടെ കൊടുക്കാതെയുള്ളത്, മീൻസ് ബ്ലാങ്ക് ആയിട്ടുള്ളത്. എന്താണ് മോണോസൈറ്റിൻ്റെ ഫങ്ഷൻ? സി എന്ന് പറയുന്നത് മോണോസൈറ്റാണെന്ന് മനസ്സിലായ ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഫങ്ഷൻ എഴുതാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നുമക്കളെ നന്നായിട്ട് പഠിക്കണേ. അപ്പോൾ എന്താണ് മോണോസൈറ്റിൻ്റെ ഫങ്ഷൻ? മോണോസൈറ്റ് എന്ത് ചെയ്യും? ഇറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്സ് ഫോറിൻ സബ്സ്റ്റൻസസ്. അല്ലെങ്കിൽ എന്ത് എഴുതുക? ഫാഗോസൈറ്റോസിസ് എന്ന് എഴുതുക. ഫാഗോസൈറ്റോസിസ് എന്ന് എഴുതുക, സ്റ്റിമുലേറ്റ്സ് ദ അതർ ഇമ്മ്യൂൺ സെൽസ്. മറ്റ് WBCകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക കൂടി ആര് ചെയ്യുന്നുണ്ട്? മോണോസൈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ബേസോഫിലാണ്. ബേസോഫിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹെപ്പാരിനും ഹിസ്റ്റമിനും പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് പ്രൊഡ്യൂസസ് ഹിസ്റ്റമിൻ വിച്ച് പ്രിവെൻറ്റ്സ് ഇറ്റ് പ്രൊഡ്യൂസസ് ഹെപ്പാരിൻ വിച്ച് പ്രിവെൻറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഹിസ്റ്റമിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിമ്പിളായിട്ട് നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഹെപ്പാരിനും ഹിസ്റ്റമിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നെഴുതിയാലും മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് വൃത്തിയായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറുമായിട്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻ ഉണ്ടായിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാകുള്ളൂ. അപ്പോൾ ഇത്തവണ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനി അടുത്ത തവണ ഉണ്ടാകരുത്. അടുത്ത തവണ അത് റിപ്പീറ്റ് ചെയ്യരുത്. ആ രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പോകണം. ദെൻ 18ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, കാരണം ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എ എന്ന് പറയുന്നത്, വൈൽ റീഡിങ് എ ബുക്ക് അറ്റ് നൈറ്റ് എ പേഴ്സൺ ഫേസസ് എ സഡൻ ഇലക്ട്രിസിറ്റി ഫെയിലിയർ. ഫോർ എ ലിറ്റിൽ വൈൽ ഹി കുഡന്റ് സീ എനിത്തിങ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി കറണ്ട് പോയി, ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല കുറേ നേരത്തേക്ക്. ഓപ്ഷൻ എ, സബ് ക്വസ്റ്റ്യൻ എ, ഡ്യൂറിങ് ഡാർക്ക്നെസ് വാട്ട് ഹാപ്പൻസ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ഇൻ ഫോട്ടോറിസെപ്റ്റേഴ്സ്. ഫോട്ടോറിസെപ്റ്റേഴ്സിലെ ഗ്ലൂട്ടാമേറ്റിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ നോക്കിക്കോളൂ. ഇൻ ദ ഡാർക്ക് ഫോട്ടോറിസെപ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ്. ഡാർക്ക്നെസ്സിൽ ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഫോട്ടോറിസെപ്റ്റേഴ്സ് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബി ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ സക്സസീവ് റിയാക്ഷൻസ് ഇൻ ഓൺ ബൈപോളാർ ആൻഡ് ഓഫ് ബൈപോളാർ സെൽസ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ഡാർക്ക്നെസ് ഇൻ ദ ബ്രെയിൻ. അതായത് ഓൺ ബൈപോളാർ സെൽസിലും ഓഫ് ബൈപോളാർ സെൽസിലും സെൻസ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണ്? The off bipolar cells form impulses that reach the brain via optic nerve. ഓൺ ബൈപോളാർ സെൽസ് അവിടെ ആക്റ്റീവ് അല്ല. ഓഫ് ബൈപോളാർ സെൽസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി നിങ്ങളുടെ ബ്രെയിനിലെത്തി. ഹെൻസ് എ സെൻസ് ഓഫ് ഡാർക്ക്നെസ് ഈസ് ക്രിയേറ്റഡ്. അതിൻ്റെ റിസൾട്ടായിട്ട് സെൻസ് ഓഫ് ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. Then C question, what is the role of ganglion cells in impulse transmission? Impulse transmissionൽ ganglion cellsന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ റോള് എന്താണ്? The ganglion cells transmit impulses from bipolar cells to the optic nerve. Bipolar cells നിന്ന് ഒപ്റ്റിക് നെർവിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യുന്നത് ganglion cells ആണ്. So the ganglion cells transmit impulses from bipolar cells to optic nerve.
ഇങ്ങനെ എഴുതാൻ എൻ്റെ മക്കൾക്ക് പറ്റണം. ദെൻ ബി ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് ഒബ്സർവ്സ് കളർഫുൾ ലൈറ്റ്സ് ഓൺ ദ സ്റ്റേജ് ഡ്യൂറിങ് എ സ്കൂൾ ഫംഗ്ഷൻ. ഹി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ഈച്ച് കളർ സെപ്പറേറ്റ്ലി. ഒരു കുട്ടി സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ സമയത്ത് ഒരുപാട് ലൈറ്റൊക്കെ കത്തുന്നുണ്ടായിരുന്നു. ആ ലൈറ്റ് ഈസി ആയിട്ട് ആ കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽസ് ഇൻ ദ റെറ്റിന ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് വാട്ട് ഈസ് ദ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദം. നമ്മുടെ റെറ്റിനയിലെ ഏത് സെൽസാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് സെൻസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻസർ SML കോൺസെൽസ്. അതായത് ഷോർട്ട് വേവ് ലെങ്ത്, മീഡിയം വേവ് ലെങ്ത്, ലോങ്ങർ വേവ് ലെങ്ത് മനസ്സിലാക്കാനുള്ള കോൺസെൽസ്. ഏത് പിഗ്മെൻ്റ് ആണ്? ഫോട്ടോപ്സിൻ എന്ന പിഗ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ റെറ്റിനയിലെ ഏത് സെല്ലാണ്, ഏത് പിഗ്മെൻ്റ് ആണെന്നാണ് ചോദ്യം. SML കോൺസെൽസ് ആണ് പിഗ്മെൻറ്റ് ഫോട്ടോപ്സിൻ. B question, explain how different types of these cells helps in identifying various colors. എങ്ങനെയാണ് ഈ സെൽസ് ഡിഫറെൻറ്റ് കളേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻസർ നോക്കാം. കളർ വിഷൻ ഇസ് മെയ്ഡ് പോസിബിൾ വെൻ ദ 3 types of cones, ദാറ്റ് മീൻസ് SML കോൺസ്. അതായത് എസ് എന്ന് പറയുമ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ബ്ലൂ കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. എം എന്ന് പറയുമ്പോൾ മീഡിയം ഗ്രീൻ കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഗ്രീനും അതിൻ്റെ ഷെയ്ഡ്സും. എൽ എന്ന് പറയുമ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാർജർ വേവ് ലെങ്ത് റെഡ് കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ഇൻ വേരിയിങ് പ്രപ്പോർഷൻസ് വെൻ എക്സ്പോസ്ഡ് ടു കളേർഡ് ലൈറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻറ്റൻസിറ്റി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. അതായത് വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെയും ഇൻറ്റൻസിറ്റിക്കും ഒക്കെ അനുസരിച്ചിട്ട് ഈ 3 കോൺസിൽ സ്റ്റിമുലേഷൻസ് ഉണ്ടാവുകയും ഇമ്പൾസസ് പാസ്സാവുകയും അതിനനുസരിച്ച് നമ്മവയെ ഈ കളറുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യും എന്ന് കൃത്യമായും നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിച്ചാൽ 1 മാർക്ക് പോലും മിസ്സാവാതെ നിങ്ങളുടെ കയ്യിലിരിക്കും. മക്കളെ, ബയോളജി ടഫ് അല്ല. എങ്ങനെ പോയാലും ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഇതായിട്ടുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ. പക്ഷെ 1-2 തവണ വായിച്ചാൽ ആ കൺഫ്യൂഷനും നിങ്ങൾക്ക് ഇല്ലാതാകും. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, നന്നായിട്ട് പഠിക്കുക. കുറച്ച് നാൾ കൂടി ഇനി കഷ്ടപ്പെടേണ്ടു. SLC നിങ്ങളുടെ എക്സാം ആവാറായി. കുറച്ച് നാൾ കൂടി ഒന്ന് മെനക്കെട്ടിരുന്ന് ആഞ്ഞു പിടിക്കുക. ബാക്കിയുള്ള എല്ലാ പരിപാടിയും തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുക, ആഞ്ഞു പിടിക്കുക. നമ്മൾ സക്സസ് ആവും. ഓക്കെ, നമുക്ക് സക്സസ് ആവാൻ സാധിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക കേട്ടോ. സെൽഫ് മോട്ടിവേറ്റഡ് ആകുക. എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്ന എപ്പോഴും ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഫീലിംഗ് വരണം. യു ഹാവ് ടു സ്റ്റഡി. നിങ്ങൾ പഠിക്കണം എന്ന്. ഓക്കെ, എങ്കിലും മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക. അപ്പോൾ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.